അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഗസ സമാധാന നിർദ്ദേശം പൊള്ളത്തരവും ആവർത്തനവുമാണ് എന്നുള്ളത് ഇപ്പോൾ അറബ് മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മുൻപ് ഇസ്രായേൽ പറഞ്ഞു വെച്ചതിൻ്റെ ആവർത്തനമല്ലാതെ പുതിയതായിട്ടൊന്നും അതിൽ കാണാനോ കേൾക്കാനോ സാധിക്കുന്നില്ലെന്നും ഒരു സമാധാന നിർദ്ദേശമായിട്ട് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കയില്ല എന്ന അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 72 മണിക്കൂറിനിടയിൽ ഹമാസിൻ്റെ കൈവശത്തിലുള്ള ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഈ കാര്യം മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യവുമാണ്. അതോടൊപ്പം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഹമാസ് കീഴടങ്ങണം എന്ന തരത്തിലാണ്. ആയുധം വെച്ച് കീഴടങ്ങുകയും മറ്റു ലോക രാജ്യങ്ങളിലേക്ക് ഹമാസിൻ്റെ ആളുകൾക്ക് പോകണമെങ്കിൽ അതിനുള്ള സൗകര്യ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്ന തരത്തിലുമാണ്. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് മധ്യ ഗസയിൽ നിന്നും കാൻ യൂണിസിൻ്റെ ഭാഗങ്ങളിൽ നിന്നും താൽക്കാലികമായി ഇസ്രായേൽ സൈന്യം പിന്മാറും. ഘട്ടം ഘട്ടമായിട്ടുള്ള പിന്മാറ്റമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഗസയിൽ ഉണ്ടാവുക. സൈനികമായ രീതിയിൽ അറബ് രാജ്യങ്ങൾക്ക് അതിൽ പ്രാതിനിധ്യം നൽകും. സൗദിയും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങളിലെ സൈനികർക്ക് ഈ മേഖലയിൽ പ്രവേശിച്ചുകൊണ്ട് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാം. എന്നാലും അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിൽ എപ്പോഴും ഉണ്ടാവുക അമേരിക്കയുടെ പ്രസിഡൻ്റാണ് എന്നതിനാൽ അറബ് സൈനികരുടെ നയങ്ങളോ നിലപാടുകളോ സമീപനങ്ങളോ ഒരിക്കലും ഒരു ഔദ്യോഗികപരമായിരിക്കുന്ന അല്ലെങ്കിൽ അവസാനത്തെ വാക്കായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതൊരു ചതിക്കുഴിയാണ്. ഗസയെ പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ വലയത്തിലാക്കാനുള്ള ഒരു ചതിക്കുഴിയുടെ ഭാഗമായി എന്നല്ലാതെ അതിനപ്പുറം ഇതിൽ ഒരു സമാധാന കാംക്ഷിക്ക് പ്രതീക്ഷിക്കാവുന്ന യാതൊന്നും ഇല്ല എന്നുള്ളത് കൃത്യമാണ്. ഇത് ഇസ്രായേൽ വരച്ചുണ്ടാക്കിയ കഥക്കും തിരക്കഥക്കും അമേരിക്ക സംവിധാനം ചെയ്യുന്നു എന്നതിനപ്പുറം യാതൊന്നുമില്ല എന്നുള്ളതാണ്. 72 മണിക്കൂറിനിടയിൽ ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ നാശങ്ങൾ ഗസയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നരകതുല്യമായ അവസ്ഥ ഉണ്ടാക്കും എന്നാണ് ട്രംപ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്വർഗതുല്യമായ അവസ്ഥയൊന്നും അല്ലല്ലോ ഗസയിലുള്ളത്. ഇതിനപ്പുറം വരാനുമില്ല. കാര്യം അവിടെ വീടില്ലാത്തവരാണ് 90%, ഭക്ഷണമില്ലാത്തവരാണ് 90%. ജീവിതോപാധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് യാതൊരു സഹായങ്ങളും കിട്ടുന്നില്ല. മരുന്നുകളോ ആശുപത്രികളോ ആരാധനാലയങ്ങളോ ജീവിത സൗകര്യങ്ങളോ കൃഷിസ്ഥലങ്ങളോ ഇല്ല. ഇതാണ് സമ്പൂർണ്ണമായിരിക്കുന്ന നരകം. ഇതിനപ്പുറം ഇനി ഒരു നരകത്തെ സൃഷ്ടിക്കാനില്ല. അപ്പോൾ ഇതൊരു ഹിജൻ അജണ്ടയായിട്ട് നടപ്പിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിനോടൊന്നും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ തന്നെ സഹകരിച്ചിട്ടില്ല. കാര്യം അടിസ്ഥാനമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നോബൽ സമ്മാനം പോലെയുള്ള സംവിധാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കയറി പിടിക്കണമെങ്കിൽ പാലസ്തീൻ്റെയും ഉക്രൈനുമായിട്ടുള്ള വിഷയങ്ങൾ അവസാനിക്കുകയും യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുകയും വേണം. അതിന് ഉള്ള ശ്രമമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം കാര്യത്തിനല്ല താല്പര്യം. അമേരിക്കയുടെ പ്രസിഡന്റിന് ഏതെങ്കിലും ഉന്നത സ്ഥാനങ്ങൾ കിട്ടുക എന്നുള്ളത് ഇസ്രായേലിന് അജണ്ടയോ ലക്ഷ്യമോ അല്ല. ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്ക് ചേരുക എന്നുള്ളതാണ്. അങ്ങനെയാകുന്ന സമയത്ത് അവിടെ സൈനികപരമായിരിക്കുന്ന നടപടിക്കും നിയമപരമായിരിക്കുന്ന വിഷയത്തിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് എല്ലാ കാലത്തും സാധിക്കും. അത്തരമൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് പരമാവധി ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു മേഖലയിൽ ഒരു ഹമാസിൻ്റെ പോരാളി ഉണ്ട് എന്ന് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ സൈന്യം അറിയുകയാണെങ്കിൽ ആ മേഖല അപ്പാടെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹമാസിന് വേണ്ടി 10 or 20 ഫലസ്തീനികൾ കൊല്ലപ്പെടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. രഹസ്യമായിരിക്കുന്ന പല പ്രവർത്തനങ്ങളും ഗസക്കകത്ത് ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. അതായത് ഒറ്റുകാരെ വെച്ചിട്ട് അല്ലെ ചാരന്മാരെ വെച്ച് ഹമാസ് ഉള്ള സ്ഥലം കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്. അതിലൊന്നും അവർക്ക് പൂർണ്ണമായ രീതിയിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ 2 വർഷവും തെളിയിക്കപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഗസയിൽ നിന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട്
ഫലസ്തീനികൾ മറ്റ് ലോക രാജ്യങ്ങളോട് സഹായം തേടേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തണം. അങ്ങനെ അറബ് രാജ്യങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇസ്രായേൽ അവരുടെ അതിർത്തി തുറന്നു കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പ്രവേശനം നൽകാനുള്ള കുരുട്ട് തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ പ്രയോഗിക്കുന്നത് എന്ന് ചുരുക്കം.